ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. കേരള സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാതെ ഒരു നല്ലൊരു മധുരമുള്ളൊരു കറിയാണ് അല്ലേ, പച്ചടി. നമ്മളെ പൈനാപ്പിൾ പച്ചടി. അത് മാറ്റിയിട്ട് നമുക്ക് ഇപ്രാവശ്യം ഫ്രൂട്ട്സ് പച്ചടി ആക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫുള്ളും വേണ്ട കേട്ടോ, 3 സ്ലൈസ് മതിയാവും. ഒരു ആപ്പിൾ, ഒരു പൊമോഗ്രാനൈറ്റ്, പിന്നെ ഗ്രേപ്സ്, മാംഗോൻ്റെ പകുതി മതിയാവും. അതെല്ലാം എടുത്ത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെക്കുക, അതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് പൈനാപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ പച്ചടിയൊക്കെ വെള്ളരിക്ക അറിയില്ലേ, അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇപ്പം ഞാനിവിടെ പൈനാപ്പിളും ആപ്പിളും മാത്രമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടാണ് മാംഗോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യം നമുക്ക് പൈനാപ്പിളും ആപ്പിളും കൂടി ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇത് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ഒന്ന് വെന്ത് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് ഞാൻ സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 to 4 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി എടുത്ത് നല്ലോണം ഒന്ന് കുക്കായി വരുന്നുണ്ട് കേട്ടോ. നല്ല തിളയൊക്കെ വരുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. 2-3 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴം കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ എനിക്ക് ആ നേന്ത്രപ്പഴം വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫ്രൂട്ട്സിൽ ഇത് മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചില ആൾക്കാർ നേന്ത്രപ്പഴം കൂടി ആഡ് ചെയ്തിട്ട് വെക്കുന്നത് കാണാം കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നേന്ത്രപ്പഴം ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം അടച്ചു വെച്ച് ഒന്നും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്താണ് നിങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് റെസിപ്പീസ്, ഓണത്തിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കണം. അതേപോലെ തന്നെ അതിനൊരു പ്ലേലിസ്റ്റും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സദ്യക്ക് കിട്ടുന്ന പോലെ, അത് കേരള സദ്യ, കല്യാണ സദ്യക്ക് കിട്ടുന്ന പോലത്തെ അതേ ടേസ്റ്റ് തന്നെയാണ് എല്ലാ റെസിപ്പീസും ഉണ്ടാക്കിയത്. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ബാക്ക് ടു റെസിപ്പി. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ, ചെറിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1-2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവ് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക, ക്യുമിൻ സീഡ്സ്, പിന്നെ 1 ടീസ്പൂൺ കടുക്, പിന്നെ 1 തണ്ട് കറിവേപ്പിലും 1 കപ്പ് കേട് അല്ലെങ്കിൽ യോഗട്ട് എടുക്കുക കേട്ടോ. പുളിയില്ലാതെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ പുളിയില്ലാതെ നോക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സില്ലേ, അത് 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫ്ലേവർ കിട്ടേണ്ടിയിട്ട് ഇങ്ങനെ മിക്സിയിൽ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതേ സമയം തന്നെ നമ്മളെല്ലാ ഫ്രൂട്ട്സൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ചുരുക്കി വന്നിട്ടുണ്ട്, സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതുവരെ ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. സ്പൂണിൽ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ആവും, നല്ല സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് നല്ലോണം പേസ്റ്റ് പോലെ അരച്ച് വെച്ച് നമ്മൾ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മിക്സർ ജാറിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് അധികം തിളപ്പിക്കാനൊന്നും പാടില്ല. ജസ്റ്റ് നല്ലോണം ആ ചൂട് വരുന്ന സമയം തന്നെ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഇത് ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഗ്രേപ്സ് ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ പൊമോഗ്രാനൈറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഞാൻ പൊമോഗ്രാനൈറ്റും പിന്നെ കറി ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുക. കറി ലീവ്സ് 1 തണ്ടോ അല്ല 1-2 തണ്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കുക, അതിൻ്റെ ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് തിള വരാൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴത്തേക്കിന് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അധികം തിളപ്പിക്കണ്ട കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇതേപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പൈനാപ്പിൾ പച്ചടി നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാകും. ഫ്രൂട്ട്സ് പച്ചടി ആയിക്കോട്ടെ ഇപ്രാവശ്യത്തെ ഓണത്തിന്, എന്നിട്ട് എല്ലാവരും മുന്നിലും നമുക്കൊന്ന് സ്റ്റാർ ആവാം. ഇനി ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിത് ഗ്യാസ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട കടുവൊക്കെ പൊട്ടിച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുവ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ടും കൂടി നല്ലോണം പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. വറ്റൽമുളക് അധികം കരിയാതെ ശ്രദ്ധിക്കണേ. അത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് കറിയിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ട് നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പം കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.